ഗായ്സ് ഇന്നിപ്പോൾ നമ്മൾ ഞണ്ട്, അതായത് പച്ചയും നീലയും ചുവപ്പും ഒക്കെ ഉണ്ട്, പല പല കളറുണ്ട്. നല്ല അടിപൊളി ഞണ്ടാണ് ഇത്. കടൽ ഞണ്ടാണെന്ന് തോന്നുന്നത്. അപ്പോഴും നമ്മൾ പറഞ്ഞു വന്നത് നമുക്കിത് കറി വെച്ച് നല്ലതുപോലെ സാപ്പിടാം. അതായത് അടിപൊളി ടേസ്റ്റുമാണ്. ഇതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ തോടൊന്ന് പൊളിക്കണം. കഴിച്ചപ്പോൾ നമ്മൾ തോട് പൊളിച്ച് അതിൻ്റെ മാംസം കഴിക്കുന്നതിന് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് തോടോടെ കഴിക്കത്തില്ല. അപ്പോൾ ഇതിന് വേറെ വൃത്തിയാക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അതായത് മണ്ണും കാര്യങ്ങളും കാണും, പിന്നെ ആവശ്യമില്ലാത്ത വേസ്റ്റുകളൊക്കെ. ഇതിൻ്റെ ഈ പുറത്തിരിക്കുന്ന ഈ തോടൊക്കെ നമ്മളിട്ട് കളയും കറി വെക്കാൻ നേരത്തെ. ചില ആൾക്കാർ ഇതൊക്കെ അവിച്ചൊക്കെ തിന്നും, പക്ഷെ നമ്മളത് കിട്ടുന്നില്ല. ഞാനതെല്ലാം ചെയ്ത് വന്നിട്ട് പിന്നെ അമ്മ അപ്പോഴത്തേക്കും ഉള്ളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊച്ചുള്ളി, സവാള, അത് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് കടുകൊക്കെ വറുത്തതിന് ശേഷം ശകലം ഒന്ന് മുപ്പിച്ചതിന് ശേഷം പിന്നെ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം. നല്ല അടിപൊളി നീല കളറും ചുവപ്പ് കളറും എല്ലാ കളറും ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇടണം ഇതിനകത്ത്. പിന്നെ നമ്മൾ തക്കാളി, പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ വഴറ്റിയെടുക്കുക എന്ന് വെച്ചാൽ എണ്ണയിലിട്ട് വഴണ്ട് വരിക. എന്നിട്ട് നമ്മളത് നല്ലതുപോലെ തെക്കി ഇങ്ങനെ ചിക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഓൾമോസ്റ്റ് നമ്മൾ മുമ്പ് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതെല്ലാം കൂടെ തട്ടിയിട്ട് കൊടുക്കുക. ഞാൻ അത് കുറച്ച് ലെങ്ത്തായിട്ട് എടുക്കാത്തതെന്ന് വെച്ചാൽ എന്നും നമ്മൾ ലെങ്ത്ത് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും ആൾക്കാർക്ക് തന്നെ ബോറടിക്കും. പേഴ്സണലി എനിക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച ലെങ്ത്ത് കുറച്ചൊക്കെ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും നമ്മൾ അതൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ പച്ച കുരുമുളക്. നമ്മൾ നേരത്തെ എത്തിപ്പോഴും നമ്മൾ കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ച കുരുമുളകും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഇടിച്ച് ചതയ്ക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മതി. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മളിത് വെക്കുന്നതെന്ന് വെച്ചാൽ അടുപ്പിലാണ് നമ്മൾ വെക്കുന്നത്. ഗ്യാസിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര ടേസ്റ്റ്, രുചി എത്ര നല്ല ടേസ്റ്റും രുചിയൊന്നും തന്നെ അപ്പോഴത്തേക്കും അത്രയും നല്ല കിട്ടത്തില്ല. അതായത് ഒരു എന്താ പറയുക, അതൊക്കെ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് വെള്ളവും കാര്യങ്ങളൊന്നും വെക്കണ്ട. ഓൾമോസ്റ്റ് ഞണ്ടിൽ തന്നെ ഉണ്ട് വെള്ളം. പിന്നെ ഇനി കുറേ കൂടെ വെള്ളം ഒഴിക്കുന്നതിനാണ് അത് പാഴക്കളയുന്നത്. എന്നിട്ട് നമ്മളത് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. പിന്നെ നീരൊക്കെ അതിൻ്റെ ചാറ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ വേണമെങ്കിൽ ഒഴിക്കാൻ പറ്റുക. തേങ്ങാപ്പാലൊക്കെ വയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വറ്റി വരണം. അപ്പോൾ കൂടെ പോയി നോക്കിയിട്ട് ഒരു കാര്യമില്ല. അത് ക്ഷമയോടെ നമ്മളത് കാത്തിരിക്കണം. എന്നിട്ട് നോക്കിയപ്പോൾ ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ കറിക്കകത്തൊന്നുമില്ല, അതായത് ഉള്ളിക്കകത്തൊന്നുമില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പണ്ടുള്ളവർ പറഞ്ഞതുപോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് കഴിക്കുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ, സീ യു.